ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ചെയ്യാൻ പോകുന്നത് മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. നമ്മുടെ ഈ നെറ്റ് കയറുന്നതൊക്കെ മാറി അവിടെയൊക്കെ പുതിയ മുടികൾ കിളിർക്കാനും അതുപോലെ ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിലുള്ളവർക്ക് അത് മാറാനും പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എള്ളും ഉലുവയുമാണ്. അപ്പം ഞാൻ ഇത് ഇന്നലെ നൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നതിന് തലേദിവസം മുമ്പ് വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ എള്ളും 1 സ്പൂൺ ഉലുവയുമാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ അളവെന്ന് പറയുന്നത്. നിങ്ങൾക്കിത് കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഈ എള്ളിൻ്റെ അകത്ത് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ വൈറ്റമിൻസ്, പ്രോട്ടീൻ റിച്ച് ആണ്. പിന്നെ അതുപോലെ തന്നെ മുടി വളരാൻ വേണ്ട omega-3 ഫാറ്റി ആസിഡ് ഇതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് എള്ളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉലുവയുടെ ഗുണങ്ങൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് താരൻ കളയും. അതുപോലെ തന്നെ ഒരു ഷാമ്പു ആണ്, ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യും. നന്നായിട്ട് സ്കാൾപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേ നന്നായിട്ട് മുടി വളരും. അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു സാധനം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു. പിന്നെ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള അലോവേര കിട്ടുവാണെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ ചെമ്പരത്തിപ്പൂവും കൂടി ഉള്ള ചെമ്പരത്തിപ്പൂവും അലോവേരയുടെ ജെല്ലും കൂടി ഉള്ളതാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഫ്രഷ് എടുക്കുക. അപ്പം എനിക്കിവിടെ ഫ്രഷ് ഇല്ല, എൻ്റെ കുഞ്ഞിത് വളർന്നിങ്ങനെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം വാങ്ങിച്ചത് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിത് ഒരു 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തോരം വെള്ളം എടുത്തോ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിത് ഫ്രഷ് അല്ലാത്തതുകൊണ്ട് ഇത്രേ എടുക്കുന്നുള്ളൂ. അപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി ഇത്രയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി ഒഴിച്ചാണ് ഞാൻ അരച്ചെടുത്തത്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി അലോവേരയുടെയൊക്കെ ഇത് കൂട്ടുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഞാനപ്പോൾ കുറച്ചെടുത്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു തിക്കിൽ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ അലോവേരയും കൂടി ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഒരു വലിയ തണ്ടൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലൂസായിട്ട് നമുക്ക് അരച്ച് കിട്ടും. അപ്പോൾ നമുക്കിതിനെ അരിച്ചെടുക്കണം. കാരണം അരിച്ചെടുക്കാതെ പായ്ക്കൊന്നും ഹെയറിൽ അപ്ലൈ ചെയ്യില്ല. കാരണം ഇതൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് മുടിയിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ അത്യാവശ്യം നല്ല പാടുണ്ട് അരിച്ചെടുക്കാനായിട്ട്. കാരണം നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് കട്ടിയുള്ളതായതുകൊണ്ട് ഭയങ്കര പാടാണ് അരിച്ചെടുക്കാൻ. അപ്പോൾ കുറച്ച് കഷ്ടപ്പെടാതെ എന്തായാലും കിട്ടത്തില്ല. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ ഒരു തരത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പായ്ക്ക് അത്യാവശ്യം തിക്കാവുന്നുണ്ട്. കാരണം ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് പായ്ക്ക് നന്നായിട്ട് തിക്കാവുന്നുണ്ട്. പിന്നെ നമ്മളിത് തലയോട്ടിയിൽ മാത്രമേ തേക്കുന്നുള്ളൂ. പിന്നെ മുടി കൊഴിച്ചിൽ മാറാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ളവർക്കൊക്കെ ചെയ്ത് കൊടുക്കാം. മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല പാക്കാണ്. അപ്പോൾ നമുക്കിതിന് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണാം. നമ്മൾ ഏതൊരു പാക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഹെയറൊക്കെ ജടയൊക്കെ കളഞ്ഞിട്ട് ഓയിൽ തേച്ച് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഏതൊരു പാക്കും ഹെയറിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. ആദ്യമായിട്ടൊക്കെ പാക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ കാണും. പിന്നെ ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മുടി ഡ്രൈ ആവും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് തലയോട്ടിയിൽ തേച്ച് കൊടുക്കാം. നമ്മുടെ മുടി വളർച്ചയെ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തലയോട്ടിയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ നെറ്റ് കയറുന്നിടത്തൊക്കെ തേച്ച് കൊടുക്കുക, നെറ്റ് കയറുന്നവരുള്ളവർ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോഴത്തെ ഞാനിത് നന്നായിട്ട് ഹെയറിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിക്കളയാം. 15 മിനിറ്റ് മതി, അരമണിക്കൂറൊന്നും വെക്കേണ്ട.
കുട്ടികൾക്കായാലും വലിയവർക്കായാലും അത്രയും നേരം വെച്ചാൽ മതി. പിന്നെ ഇത് കഴുകിക്കളയാൻ അത്യാവശ്യം കുറച്ച് പാടുണ്ട്. അപ്പം സമയമെടുത്ത് നിങ്ങൾ പതിയെ കഴുകിക്കളയുക. ഒത്തിരി ബലമൊന്നും പിടിച്ച് മുടി വലിച്ചു പൊട്ടിക്കുകയൊന്നും ചെയ്തേക്കല്ലേ, പതിയെ കഴുകിക്കളയുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.